ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഉള്ളത് ചാർമിനാറിൻ്റെ മുമ്പിലാണ്. ചാർമിനാറിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹിസ്റ്ററി പറയാണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല. എനിക്കും പണ്ടേ ഹിസ്റ്ററി തീരെ ഇഷ്ടമില്ല. എന്നിരുന്നാലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞു നോക്കണം. അപ്പോൾ നമുക്കൊരു ചെറിയ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് പോവാം. നമ്മളിപ്പോൾ ഉള്ളത് ചാർമിനാറിലാണ്. ഹൈദരാബാദിലെ പ്രശസ്തമായ ഒരു സ്മാരകമാണ് ചാർമിനാർ. ഇത് 1591 കുത്തബ് ഷാഹി വംശത്തിലെ രാജാവായ മുഹമ്മദ് കുലി കുത്തബ് ഷാ നിർമ്മിച്ചതാണ്. നഗരം ഒരു മഹാമാരിയെ മറികടന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. ചാർമിനാർ ബസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചാർമിനാർ ബസാർ ഹൈദരാബാദിലെ ഏറ്റവും പഴക്കം ചെന്ന വിപണികളിലൊന്നാണ്. ഇവിടെ നിങ്ങൾക്ക് നിരവധി പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാംഗിൾസ് ആണ്, അഥവാ വളകൾ. ഈ ചാർമിനാറിലെ മുത്തുകൾ ലോക പ്രശസ്തമാണ്. കാരണം ഹൈദരാബാദിനെ സിറ്റി ഓഫ് പേൾസ് എന്നാണ് അറിയപ്പെടുന്നത്. സോ നിങ്ങൾ പേൾസ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഗവൺമെൻറ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ജൂവലറികളിൽ നിന്ന് മാത്രം പേൾസ് വാങ്ങിക്കുക. ഇല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ജൂവലറികളിൽ നിന്ന് മാത്രം പേൾസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ചാർമിനാറിൻ്റെ ബസാറിൽ കൂടെ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ സമയം പോകുന്നതേ അറിയില്ല. ഞാൻ കുറേ നേരം കറങ്ങി കഴിഞ്ഞിട്ടാണ് ഓർത്തത്, അയ്യോ ചാർമിനാറിൻ്റെ അകം കയറി കണ്ടില്ലല്ലോ എന്ന്. അങ്ങനെ ഒരു ബോധം വന്നപ്പോഴാണ് പെട്ടെന്ന് ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഞാൻ ഓടിയത്. ഇനി നമുക്ക് ചാർമിനാറിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകളിലേക്ക് പോവാം. ചാർമിനാറിന് 4 ഭൂപ്രദേശങ്ങളിലേക്ക് തുറക്കുന്ന വലിയ ഗോപുരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ചാർമിനാർ എന്ന പേര് വരാനായിട്ടുള്ള കാരണം. ചാർമിനാർ ഹൈദരാബാദിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടാണ്. സന്ദർശകർക്ക് ചാർമിനാറിൻ്റെ ഫസ്റ്റ് ഫ്ലോർ വരെ കയറാനായിട്ടുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് കയറാനായിട്ടുള്ള സ്റ്റെപ്പുകളെന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ സ്റ്റെപ്പുകളാണ്. പക്ഷെ നിങ്ങൾ ആ ഫസ്റ്റ് ഫ്ലോറിൽ ചെന്നിട്ടുള്ള ഹൈദരാബാദ് ഓൾഡ് സിറ്റിയുടെ വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമാണ്. मोहब्बत वाला अखियों में ऐसा डाला कजरे ने ले ली मेरी जान हाय रे मैं तेरे कुर्बान. ചാർമിനാറിൻ്റെ ഉൾക്കാഴ്ചകളും ഓൾഡ് സിറ്റി വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ വിടാൻ പോകുന്നത് ചാർമിനാറിലെ വൺ ഓഫ് ദ ഫേമസ് ഹോട്ടലായിട്ടുള്ള ഷദബിലേക്കാണ്, മട്ടൺ ബിരിയാണി ട്രൈ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഷദബ് ഹോട്ടലിൽ പോയി മട്ടൺ ബിരിയാണി തട്ടാം. ഞങ്ങളൊരു നീണ്ട ക്യൂ നിന്നിട്ടാണ് ഷദബിനുള്ളിലേക്ക് കയറിയത്. ഇനി നമുക്കിവിടുത്തെ മട്ടൺ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. പറയാതിരിക്കാൻ മേല, ഈ ഹോട്ടലിലുള്ളവർക്ക് വേണേ കഴിച്ചിട്ട് പോടേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. എന്ത് വന്നാലും ഈ ബിരിയാണി കഴിച്ച് നോക്കിയിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം ഞങ്ങൾ എടുത്തത് കൊണ്ട് ഞങ്ങളവിടെ ക്ഷമിച്ചിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. ചിലപ്പം ഓവർ ക്രൗഡഡ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ആൾക്കാരെ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. പക്ഷേ ഇടയ്ക്കൊക്കെ കുറച്ച് പേര് വഴക്കൊക്കെ ഇട്ട് ഇറങ്ങി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ മട്ടൺ ബിരിയാണി ഞങ്ങളുടെ ടേബിളിലേക്ക് എത്തി.
പക്ഷേ എനിക്ക് ഷദബിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ ഹുസൈൻ സാഗർ ലേക്കിൻ്റെ പരിസരത്തുണ്ടായിരുന്നൊരു ഹോട്ടലായിരുന്നു മുഗൾ റെസ്റ്റോറൻറ്റ്. അവിടുന്ന് കഴിച്ച ബിരിയാണിയായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതൊരു അടിപൊളി ബിരിയാണിയായിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഷദബിലെ ബിരിയാണി അത്ര ഇഷ്ടം തോന്നിയില്ല. അപ്പോൾ ഹൈദരാബാദിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഈ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ പോയി ഫുഡ് കഴിക്കാതെ സാധാ ഹോട്ടലുകളിൽ പോയി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു സത്യം കൂടെ ഞാൻ തുറന്നു പറഞ്ഞോട്ടെ. ഞാൻ ഹൈദരാബാദിൽ വന്നിട്ട് ബിരിയാണി കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാഞ്ഞത് പാരഡൈസ് ഹോട്ടലിലെ ബിരിയാണിയായിരുന്നു. ഭയങ്കര ഓവർ ഹൈപ്പൊക്കെയാണ് എല്ലാവരും അതിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് പേഴ്സണലി അവിടുത്തെ ബിരിയാണി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഗൾ റെസ്റ്റോറൻറ്റിലായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണി. അതിനുശേഷം അസ്റ്റോറ, അതിനുശേഷം ഷദബ്, ഏറ്റവും ലാസ്റ്റാണ് പാരഡൈസ് ഹോട്ടൽ. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷദബ് ഹോട്ടലിലെ ബിരിയാണി കഴിച്ച് അവരുടെ ബിരിയാണിനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മുഖത്തുനിന്ന് നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. ഇഷ്ടപ്പെട്ടില്ലെന്നല്ല, കൊള്ളാം. പക്ഷേ എനിക്ക് എന്തോ വന്നിറങ്ങിയപ്പം എനിക്ക് മുകളിലെ ഫുഡ് കഴിച്ച് അതിൻ്റെ ടേസ്റ്റാണ് എൻ്റെ മൈൻഡിൽ ഫുള്ള് കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ ബിരിയാണി കഴിച്ചതൊന്നും എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഹൈദരാബാദിൽ ഇറാനി ചായയ്ക്കും ബിസ്ക്കറ്റിനും പേര് കേട്ട നിമ്ര കഫേയിലാണ്. ഒരു രക്ഷയില്ല മക്കളെ. ഇവിടുത്തെ ഇറാനി ചായയും ഒസ്മാനിയ ബിസ്ക്കറ്റും മസ്റ്റ് ട്രൈ ഐറ്റംസാണ്. ഈ നാവിൽ അലിഞ്ഞു പോണ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലാണ് ഇവിടുത്തെ ഇവരുടെ ഒസ്മാനിയ ബിസ്ക്കറ്റ്. ഞാൻ ഒരു ബിസ്ക്കറ്റ് ലവർ ഒന്നുമല്ല, പക്ഷേ എന്നിരുന്നാലും പറയാതിരിക്കാൻ വയ്യ. ഇവരുടെ ബിസ്ക്കറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇവരുടെ ചായയും കറക്റ്റ് കടുപ്പും കറക്റ്റ് മധുരവും നല്ല അടിപൊളി ചായയും ബിസ്ക്കറ്റാണ് ഇവരുടെ. ഞാൻ ചായ കുടിച്ചിട്ട് പറയുന്നത് കൊള്ളാം രമണ, കൊള്ളാം, അടിപൊളി ചായ, അടിപൊളി ബിസ്ക്കറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്, ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നു. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് മെക്ക മസ്ജിദിലേക്കാണ്. ഇതിൻ്റെ അകം കാണാൻ നല്ല രസമാട്ടോ. ഇവിടെ നിറയെ പ്രാവുകളുണ്ട്. ആ പ്രാവുകളെ പറപ്പിച്ച് 2 ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഷോൾ ഇടാണ്ട് അകത്ത് കയറ്റാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഷോൾ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ ചാർമിനാറിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഷോൾ വാങ്ങിക്കുന്ന കാര്യം മറന്നുപോയി. പിന്നെ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വിശന്നു. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു മിലാൻ ജ്യൂസ് സെൻറ്ററിലേക്ക്. അവിടെ പോയി മൽബറി മലായി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മക്കളെ, ഹൈപ്പിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ സാധനം അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. വരുമ്പം ഉറപ്പായിട്ടും കഴിച്ചു നോക്കുക. എൻ്റെ ഈ ചുറ്റും നിൽക്കുന്നവരെല്ലാം ഉണ്ടല്ലോ, എല്ലാം മലയാളികളാട്ടോ. അതുകൊണ്ട് അവരെ ഒന്നും കാണാത്ത പോലെ നിന്ന് ഞാൻ ആ മൽബറി മലായി ഫുള്ളകത്താക്കി. പിന്നെ വേറെ 2 സാധനം കൂടെ ഞാൻ വാങ്ങിച്ചു. അതിൻ്റെ പേരെനിക്കറിയില്ല. അത് ഓക്കെ ഉള്ളായിരുന്നു. പക്ഷേ ഈ മൽബറി മലായി അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ബിച്ചുവിനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആ മൽബറി മലായി മുഴുവൻ ഞാൻ അകത്താക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൽബറി മലയൊക്കെ കഴിച്ച് ഒരു സന്ധ്യ ആയപ്പോഴേക്കും ഞങ്ങൾ ചാർമിനാറിനോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പം ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്.